ചൂരൽമലയിലെ ജീവിതങ്ങളെ ഉരുൾ വിഴുങ്ങിയിട്ട് ഒരാണ്ട്. 2024 ജൂലൈ 30 ചൂരൽമലക്കാരുടെ ജീവിതം തകർക്കാൻ ഉരുൾ മലയിറങ്ങിയത്. 300ഓളം ആളുകളെയാണ് ആർത്തലച്ചു വന്ന ഉരുൾ കൊണ്ടുപോയത്. ഉറ്റവരും ഉടയവരും നഷ്ടമായവർ ഉരുളൊച്ചയേക്കാൾ ഉറക്കെ അലറിക്കരയുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. തലനാരിഴയ്ക്ക് പരിക്കുകളുമായി ജീവിതം തിരികെ കിട്ടിയവരുടെ ഒരായുസിന്റെ സകല സമ്പാദ്യവും ഉരുൾ ചതച്ചടച്ചു. ഇപ്പോഴും അവരുടെ കണ്ണുകളിലൂടെ ഒഴുകുന്ന കണ്ണീരിന് അന്ന് നിരവധി പേരുടെ ജീവനെടുത്ത മലവെള്ളപ്പാച്ചിലിനേക്കാൾ ശക്തിയുണ്ട്. ചൂരൽമല സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിലെ 8 പേരെയാണ് അന്ന് ഉരുളെടുത്തത്. ജോയ് തേക്കിലക്കാട്ടിൽ, ഭാര്യ ലീലാമ്മ ജോയ് തേക്കിലക്കാട്ടിൽ. ചൂരൽമല ദുരന്തം ലോകത്തെ ആദ്യം വിളിച്ചറിയിച്ച നീതു ജോജോ, ജോണി ചിറ്റിലപ്പള്ളി, മക്കളായ അനുഗ്രഹ് ജോണി, അഭിനവ് ജോണി, ഷീബ ഫ്രാൻസിസ് ചിറ്റിലപ്പള്ളി, മകൻ ഷിൻസിൻ ഫ്രാൻസിസ് ചിറ്റിലപ്പള്ളി, പാലക്കാട് നിന്ന് ചൂരൽമലയിലെ ബന്ധുവീട്ടിൽ വിരുന്നിനെത്തിയ ജസ്റ്റിൻ എന്നിവരെയാണ് അന്ന് മലയിറങ്ങിയ മരണക്കല്ല് കൊണ്ടുപോയത്. ഉരുളെടുത്തവരുടെ ഓർമ്മ പുതുക്കി ചൂരൽമല ഇടവകക്കാർ 1ാം ചരമവാർഷികം ആചരിച്ചു. മരണമടഞ്ഞവർക്കായി 10:30 വിശുദ്ധ കുർബാന. മാനന്തവാടി സഹായമെത്രാൻ ബിഷപ്പ് അലക്സ് താരാമംഗലമായിരുന്നു മുഖ്യ കാർമ്മികൻ. കൽപ്പറ്റ ഫൊറോന വികാരിയായ ഫാദർ ജോണി പെരുമാട്ടിക്കുന്നേൽ, ചൂരൽമല മുൻ ഇടവക വികാരി ഫാദർ ജിബിൻ വട്ടുകുളത്തേൽ എന്നിവരായിരുന്നു സഹകാർമ്മികർ. മറ്റിടവകകളിൽ നിന്നുള്ള 15ഓളം വൈദികരും നിരവധി സന്യസ്തരും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. മരണമടഞ്ഞവരുടെ ബന്ധുജനങ്ങൾ തിരുക്കർമ്മങ്ങൾക്കിടയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് വിതുമ്പിയത് മറ്റുള്ളവരുടെ കണ്ണുകളെയും ഈറനണിയിച്ചു. ബന്ധുക്കളും സഹപ്രവർത്തകരും മാത്രമല്ല, തങ്ങളെ നോക്കി ഒരിക്കലെങ്കിലും പുഞ്ചിരിച്ചിട്ടുള്ളവർക്കായി പ്രാർത്ഥിക്കാൻ നാനാജാതി മതസ്ഥരും പള്ളിയിലെത്തിയിരുന്നു. ബിഷപ്പ് അലക്സ് താരാമംഗലമായിരുന്നു വചന സന്ദേശം നൽകിയത്. തുടർന്ന് അന്തരിച്ചവരെ അൾത്താരയിലർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാവരും തങ്ങളുടെ പ്രിയപ്പെട്ടവരുറങ്ങുന്ന സെമിത്തേരിയിലേക്ക്. കല്ലറകളെല്ലാം വെള്ളപ്പൂക്കളാൽ മനോഹരമായി അലങ്കരിച്ചിരുന്നു. പിന്നീട് ഇനിയും മരിക്കാത്ത പ്രിയപ്പെട്ടവരുടെ ഓർമ്മയിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ. സെമിത്തേരിയിലെ പ്രാർത്ഥനകൾക്ക് ബിഷപ്പ് അലക്സ് താരാമംഗലം നേതൃത്വം നൽകിയപ്പോൾ മുൻ വികാരി ഫാദർ ജിബിൻ വട്ടുകുളം ഒപ്പീസ് അർപ്പിച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് സ്നേഹവിരുന്നിന് ശേഷം ഇടവക വികാരി ഫാദർ സണ്ണി മഠത്തിലിന്റെ നന്ദി പ്രകാശനം. എല്ലാം ക്രിസ്തുവിൽ അർപ്പിച്ച് അവന്റെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് വന്നവർ മടങ്ങിയപ്പോൾ തങ്ങളുടെ ജീവിതങ്ങളെ ചതച്ചടച്ച ഉരുൾക്കല്ലുകളേക്കാൾ ഭാരമുണ്ടായിരുന്ന ഓർമ്മകൾക്ക് അവർക്ക് ഭാരക്കുറവ് അനുഭവപ്പെട്ട് കാണണം. തങ്ങളുടെ പ്രിയപ്പെട്ടവർ സ്വർഗത്തിലാണെന്ന ഉറച്ച ബോധ്യവും ഒരു മലവെള്ള കുത്തൊഴുക്കിലും ഒലിച്ചു പോകാത്ത വിശ്വാസവും വന്നവർക്കുണ്ട്. അതുമതി നാളെയെ നേരിടാൻ. മരണത്തിന്റെ മേൽ വിജയം നേടിയ ഉദ്ധിതൻ അതിനവരെ സഹായിക്കും, അത് തീർച്ചയാണ്.